ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് CM Kids എക്സാമിൻ്റെ KPSTA നടത്തിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇത് പേപ്പർ 1 ആണ്. ഈ പേപ്പർ 2 ഉടനെ നൽകാം. അതുപോലെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട്. മക്കളതൊക്കെ പോയി കാണുക, നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് മലയാളം. ഒന്നാമത്തെ ചോദ്യം, നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ യോജിക്കാത്തത് ഏതാണ്? ഒന്ന്, തടസ്സങ്ങളിൽ തട്ടി വീഴുന്നവരെല്ലാം അതിനെ മറികടക്കുന്നവരാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ നമ്മെ വിജയിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും. 3, ലക്ഷ്യവും വിശ്വാസവും ഉണ്ടെങ്കിൽ പ്രയാസങ്ങൾ ഒരിക്കലും നമ്മുടെ വിജയത്തിന് തടസ്സമാവില്ല. പരാജയപ്പെടുമെന്ന് ഉറപ്പായാൽ ശ്രമം ഉപേക്ഷിക്കുകയാണ് നല്ലത്. മക്കളെ, ചോദ്യം ശരിക്കും വായിച്ചു നോക്കണം കേട്ടോ. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് യോജിക്കാത്തതാണ്. ആൻസർ സി ആണ്. 1, 2, 4. 2, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1, നിർഭയ സുഗതകുമാരി, അത് ശരിയാണ്. 2, കാട്ടിലോടുന്ന വണ്ടി ONV, ശരിയല്ല. ശരിയായതിന് ഇതുപോലെ പെൻസിൽ കൊണ്ട് ഒരു കുഞ്ഞു ടിക്കിട്ട് വെക്കണം കേട്ടോ, എന്നാൽ മക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി 3, കാത്തിരിപ്പ് വള്ളത്തോൾ, ശരിയല്ല. കറുമ്പിപ്പയ്യ് ഇടശ്ശേരി, ശരിയാണ്. ആൻസർ സി ആണ്. 1ഉം 4ഉം ശരി. നക്ഷത്രം പോലെ തിളങ്ങുന്ന കണ്ണുകൾ, പാൽപുഞ്ചിരി പൊഴിക്കുന്ന മുഖം, ഇവയൊക്കെ സന്തോഷത്തെ സൂചിപ്പിക്കുന്ന വിശേഷണങ്ങളാണ്. എന്നാൽ താഴെ പറയുന്നവയിൽ സങ്കടവുമായി ബന്ധപ്പെട്ട് ചേർക്കാവുന്ന വിശേഷണങ്ങൾ ഏതൊക്കെയാണ്? 1, ആനന്ദക്കണ്ണീർ ധാരധാരയായി ഒഴുകി. 2, വദനാംബുജം വാടി. 3, സങ്കടത്തിരമാല ആഞ്ഞടിച്ചു, കണ്ണീർ കുടിപ്പിച്ചു. ആൻസർ ഓപ്ഷൻ എ. 2ഉം 3ഉം ശരിയാണ്. അമ്മു 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾ പഠിക്കാൻ വളരെ മിടുക്കിയാണ്. പക്ഷെ അവൾക്കൊരു ദുശീലമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നഖം കടിച്ചുകൊണ്ടേയിരിക്കും. എന്തിനും ഏതിനും പഴഞ്ചൊല്ലുകൊണ്ട് മറുപടി. എന്തിനും പഴഞ്ചൊല്ലുകൊണ്ട് മറുപടി പറയുന്ന അമ്മുവിൻ്റെ മുത്തശ്ശി ഇത് കണ്ട് അവളോട് പറയാനിടയുള്ള പഴഞ്ചൊല്ലി ഏതായിരിക്കും? ആൻസർ ബി ആണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ. 5, അന്യജീവനുതകുമീ സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ, ഇത് കുമാരനാശാൻ്റെ വരികളാണ്. വരികളുടെ ആശയവുമായി ചേർന്ന് നിൽക്കുന്ന ഗദ്യഭാഗം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ 1, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് സ്വന്തം ജീവിതം സഫലമാക്കുന്നവരാണ് യഥാർത്ഥ വിവേകികൾ. 2, അന്യർക്കു വേണ്ടി സ്വന്തം ജീവിതം ഇല്ലാതാക്കുന്നവരാണ് വിവേകികൾ. 3, പരോപകാരമാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി. 4, സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ചെയ്യുന്നവരാണ് വിവേകികൾ. ആൻസർ സി. 1ഉം 3ഉം ശരി. 6, അനക്കാതെ അടർത്തുമ്പോഴെന്നെ, ഇത് പിരിച്ചെഴുതാനാണ് അല്ലേ? ഏതാണ് ആൻസർ? ആൻസർ ബി ആണ്. അനക്കാതെ പ്ലസ് അടർത്തുമ്പോൾ പ്ലസ് എന്നെ. 7, അനുയോജ്യമായ പ്രയോഗം കണ്ടെത്തുക. യാത്ര കഴിഞ്ഞ് മുത്തശ്ശി നഗരത്തിലെ ഫ്ലാറ്റിൽ തിരിച്ചെത്തി. പുറത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കി നിന്നപ്പോൾ മുത്തശ്ശിയുടെ മനസ്സിലേക്ക് ജനിച്ചു വളർന്ന വീടിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആ പഴയ ഓർമ്മകൾ. ആൻസർ സി. പൊട്ടിമുളച്ചു. 8, മരണത്തിൻ്റെ മണം പരത്തുന്ന രോഗമായിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസിന്. എങ്കിലും പ്രയാസങ്ങളിൽ തളരാതെ അദ്ദേഹം ഈ സാഹചര്യം വിജയത്തിലേക്കുള്ള പടികളാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവരിൽ ശരിയല്ലാത്തത് ഏത്? എ, ശുഭപ്രതീക്ഷകളിൽ വിശ്വാസം അർപ്പിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു, അത് ശരിയാണ്. ബി, എല്ലാവരും തൻ്റെ ആരോഗ്യത്തെ പറ്റി ആശങ്കപ്പെട്ടപ്പോൾ അദ്ദേഹം മുന്നേറാനുള്ള തൻ്റെ തീരുമാനം മാറ്റിവെച്ചു, അത് തെറ്റാണ്. ബി, പ്രിയപ്പെട്ടവരുടെ പിന്തുണയും സാങ്കേതിക വിദ്യയുടെ സഹായവും അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാന കണ്ണികളായിരുന്നു. ഡി, തൻ്റെ അചഞ്ചലമായ മനോബലം മറ്റെന്തിനേക്കാളും മുകളിലാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു, ശരിയാണ്. തെറ്റുള്ളതാ ചോദിച്ചിട്ടുള്ളത് അല്ലേ? ആൻസർ ബി. 9, പവനൻ, മാരുതൻ, തെന്നൽ, ഇവ താഴെ പറയുന്നതിൽ ഏതിൻ്റെ പര്യായ പദങ്ങളാണ്? ആൻസർ സി ആണ്. കാറ്റ്. 10, ഒരു തരി കസ്തൂരി ഗന്ധം എവിടെയോ കാറ്റിൽ കലരുന്നു, തെന്നൻ കാക്കനാടിൻ്റെ സഫലമീ യാത്ര എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കവിതയിലെ ഈ വരികൾ ഏത് പഞ്ചേന്ദ്രിയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? ആൻസർ മൂക്ക്, ബി ആണ്. നെക്സ്റ്റ് ഇംഗ്ലീഷ്. വൺ ഡേ എ ട്രാവലർ അറൈവ്ഡ് അറ്റ് എ വില്ലേജ്. ഹി വാസ് വെരി ടയേർഡ് ആഫ്റ്റർ എ ലോങ് ജേർണി. ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ദ അണ്ടർലൈൻ വേർഡ്. ആൻസർ ബി, എക്സോസ്റ്റഡ്. 12, വാവ്, വാട്ട് ഫാന്റാസ്റ്റിക് ടെയിൽസ് ദീദി റീഡ് ഔട്ട് ടു ദം. Choose the appropriate emotion for the given sentence from the option below. Answer C. Wonder. 3, what is the following is an incorrect set? ഓപ്ഷൻ ഒന്ന് വായിക്കാം.
വാക്ക് വാക്കിഡ് ശരിയാണ്. ടേസ്റ്റ് ടേസ്റ്റഡ് ശരിയാണ്. റൈറ്റ് റൈറ്റഡ് തെറ്റാണ്. കുക്ക് കുക്ക്ഡ് അത് ശരിയാണ്. ഇവിടെ ആൻസർ സി ആണ്. 14 ചൂസ് ദ ലോജിക്കൽ റീസൺ. വി ഹാവ് ടു റീഡ് ബുക്സ് ബിക്കോസ്. 1 ദേ ഹെൽപ്പ് ടു ഹസ് ലേൺ ന്യൂ തിങ്സ്. ദേ ഡു നോട്ട് ഇംപ്രൂവ് അവർ നോളേജ്. ദേ ടീച്ച് അസ് ഗുഡ് വാല്യൂസ്. 4 ദേ ആർ ബോറിംഗ്. 1, 3 ആണ് ശരി. ഓപ്ഷൻ ഡി. Read the following passage and answer the questions given below. The children wanted to make a beautiful garden in their school. മക്കൾക്ക് പാരഗ്രാഫ് മനസ്സിലായിട്ടില്ലെങ്കിൽ ആവർത്തിച്ച് വായിച്ച് നോക്കണം കേട്ടോ. എന്നാലേ താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. കുട്ടികൾ സ്കൂളിൽ മനോഹരമായൊരു പൂന്തോട്ടം നിർമ്മിക്കാൻ ആഗ്രഹിച്ചു. ഹെഡ് മാസ്റ്റർ ഗാവ് സം ടൈനി സീഡ്സ്. ഹെഡ് മാസ്റ്റർ ചെറിയ വിത്തുകൾ തന്നു. The students tried to work alone, but they tired. Then they decided to join hands and work together. വിദ്യാർത്ഥികൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അവർ ക്ഷീണിതരായി. അവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. They dug the soft soil and sowed the tiny seeds the others watered. In a few days the garden started to bloom with a colorful flowers. The children were very happy. മൃദുവായ മണ്ണ് കുഴിച്ച് വിത്തുകൾ വിതറി. സോഫ്റ്റ് സോയിൽ മൃദുവായ മണ്ണ്. ആളുകൾ വെള്ളം നനച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പൂന്തോട്ടത്തിൽ വർണ്ണാഭമായ പൂക്കൾ വിരിഞ്ഞു. കുട്ടികൾ വളരെയധികം സന്തോഷിച്ചു. ക്വസ്റ്റ്യൻ വായിക്കാം. ദ സ്റ്റുഡൻസ് ഡിസൈഡഡ് ടു ജോയിൻ ഹാൻഡ്സ്. ഹിയർ ടു ജോയിൻ ഹാൻഡ്സ് മീൻസ് ആൻസർ സി ആണ്. വർക്ക് ടുഗദർ. 16 സെലക്ട് ദ കറക്റ്റ് സെക്വൻസ് ഓഫ് ദ ഇവൻറ്റ്സ്. കറക്റ്റ് ഓർഡർ നൽകിയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എന്ന് വായിക്കാം അല്ലേ. എ ദ ഹെഡ് മാസ്റ്റർ ഗ്യാവ് സീഡ്സ്. ദേ ഡഗ് ദ സോഫ്റ്റ് സോയിൽ. ദേ സോവ്ഡ് ദ ടൈനി സീഡ്സ്. ദേ വാട്ടേർഡ്. ദ ഗാർഡൻ സ്റ്റാർട്ടഡ് ടു ബ്ലൂം. ദ ഹെഡ് മാസ്റ്റർ ഗ്യാവ് സീഡ്സ്. ദേ ഡഗ് ദ സോഫ്റ്റ് സോയിൽ. ഗാർഡൻ സ്റ്റാർട്ടഡ് ദ ബ്ലൂം. ദേ വാട്ടേർഡ്. ദേ സോവ്ഡ് ദ ടൈനി സീഡ്സ്. ഇത് ശരിയല്ല. ഇനി സി ദേ ഡഗ്സ് ദ സോഫ്റ്റ് സോയിൽ. ദ ഹെഡ് മാസ്റ്റർ ഗ്യാവ് സീഡ്. ഇതും ശരിയല്ല. ദ ഹെഡ് മാസ്റ്റർ ഗ്യാവ് സീഡ്. ദ ഗാർഡൻ സ്റ്റാർട്ടഡ് ദ ബ്ലൂം. ഇതും ശരിയല്ല. ആൻസർ എ. 17 മിന്നു വാസ് ട്രൈയിങ് ടു കംപ്ലീറ്റ് എ വേർഡ് പസിൽ. ഷീ വാസ് കൺഫ്യൂസ്ഡ് അബൌട്ട് ദ മീനിങ്സ് ഓഫ് 2 വേർഡ്സ്. ദ ക്ലൂസ് ഫോർ ഈച്ച് വേർഡ്സ് വെർ ലൈക്ക് ദീസ്. അവർക്ക് കൺഫ്യൂഷനുള്ള വേർഡ്സ് താഴെ നൽകിയിട്ടുണ്ട്. ടു കം നിയർ. ബി എ റേ ഓഫ് ലൈറ്റ്. ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. ആൻസർ എ അപ്രോച്ച് ബീം. 18 ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വേർഡ് ഫ്രം ദ ഓപ്ഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ദ ഫയർമാൻ ഡാഷ് ദിൽന ടു ഫയർ സ്റ്റേഷൻ. ആൻസർ സി ഇൻവൈറ്റ്. 19 അരുൺ റിവീൽസ് ദ ട്രൂത്ത്. വൺ ഓഫ് ദ ഫോളോവിങ് ആർ ദ ആൻറ്റണിംസ് ഓഫ് റിവീൽസ്. ആൻറ്റണിംസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ വിപരീത പദം. സിനോണിംസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ പര്യായ പദം, അതായത് സമാന പദം. റിവീൽസിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ആൻസർ ബി കൺസീൽസ് ഹൈഡ്സ്. 20 പിക്ക് ഔട്ട് ദ ആപ്റ്റ് റൈമിംഗ് വേർഡ്സ് ഫോർ നൈറ്റ്. 1, 3, 4 കറക്റ്റ്. ലൈറ്റ്, ഫൈറ്റ്, സൈറ്റ്, ടൈറ്റ്, റൈറ്റ്, മൈറ്റ്. നെക്സ്റ്റ് മാത്സിൻ്റെ ക്വസ്റ്റ്യന്. 21 1 മുതൽ 149 വരെ എണ്ണിയാൽ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടാകും? 1 മുതൽ 149 വരെ 149 എണ്ണൽ സംഖ്യകളാണുള്ളത്. എണ്ണൽ സംഖ്യയുടെ പകുതി ഒറ്റ സംഖ്യയും പകുതി ഇരട്ട സംഖ്യയുമായിരിക്കും. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ 149ലൂടെ 1 കൂട്ടുക, 150 150നെ 2 കൊണ്ട് ഹരിക്കുക. 150ൻ്റെ പകുതി ഒറ്റ സംഖ്യയും പകുതി ഇരട്ട സംഖ്യ ആയിരിക്കും. 150ൻ്റെ പകുതി 75. ആൻസർ 75. 22 50 മീറ്റർ അകലത്തിൽ 5 പോസ്റ്റുകൾ സ്ഥാപിച്ചാൽ ഒന്നാമത്തെയും 5ാമത്തെയും പോസ്റ്റുകൾ തമ്മിലുള്ള അകലം എത്ര? ആൻസർ 200 മീറ്റർ. ഒന്നാമത്തെ പോസ്റ്റ് മുതൽ 5ാമത്തെ പോസ്റ്റ് വരെ ചോദിച്ചിട്ടുള്ളത്. 5ാമത്തെ നമ്മൾ എടുക്കണ്ട, 4 വരെ എടുക്കുക. 50 ഗുണിക്കണം 4 സമം 200. 23 തന്നിരിക്കുന്ന അളവുകളിൽ ചതുരം വരയ്ക്കാൻ സാധിക്കുന്ന അളവുകൾ ഏതൊക്കെ? ചതുരത്തിൻ്റെ അളവുകളിൽ എതിർവശങ്ങൾ തുല്യമായിരിക്കും. 2ഉം 3ഉമാണ് ശരി. ആൻസർ ഓപ്ഷൻ സി. 24 ഒരു സംഖ്യയോട്
400 കൂട്ടുന്നതിന് പകരം 4000 കൂട്ടിയപ്പോൾ കിട്ടിയ തുക 9000 ആണെങ്കിൽ ശരിയായ ഉത്തരം എത്രയാണ്? കണ്ടുപിടിക്കാൻ നമുക്ക് തുക തന്നിട്ടുള്ളത് 9000 ആണ്. 9000 കുറക്കണം 4000, 5000 കിട്ടും. 5000-നോട് 400 കൂട്ടുക 5400. ആൻസർ ബി 5400. 25. ഒരു ടാൻഗ്രാമുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒരു ടാൻഗ്രാമിൽ 7 രൂപങ്ങളുണ്ട്. 2 5 ത്രികോണങ്ങളുണ്ട്. 3 ത്രികോണങ്ങൾ മാത്രം ചേർന്ന രൂപമാണ് ടാൻഗ്രാം. 4 ആകെയുള്ള ത്രികോണങ്ങളിൽ 2 എണ്ണം വലുതാണ്. 5 ചതുരം, സാമാന്തരികം, ത്രികോണം എന്നിവ ചേർന്ന ഒരു സമചതുരമാണ് ടാൻഗ്രാം. 3 മാത്രം ശരിയല്ല. ഓപ്ഷൻ എ ആണ് ആൻസർ. 26. താഴെ തന്നിരിക്കുന്ന കടങ്കഥയുടെ ഉത്തരമാകാൻ സാധ്യതയുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? ഞാൻ 6000-നും 7000-നും ഇടയിലാണ്. അക്കങ്ങളുടെ തുക 9 ആണ്. എന്നിൽ 0 ഇല്ല. 1000-ന്റെ സ്ഥാനത്ത് 6 ആയിരിക്കും. അത് ശരിയാണ്. 2 ബാക്കി അക്കങ്ങളുടെ തുക 3 ആയിരിക്കും. ശരിയാണ്. കാരണം 9-ൽ നിന്ന് 6 കുറച്ചാൽ 3 ആണ് കിട്ടുക. 3 സാധ്യമായ അക്കങ്ങൾ 3 1 അതും ശരിയാണ്. 4 സംഖ്യ 6111 ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി 1 2 3 4 ശരി. 27. കൂട്ടക്കയം LP സ്കൂളിലെ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിൽ നിന്നും 36 കിലോമീറ്റർ അകലെയുള്ള മൃഗശാല സന്ദർശിക്കുവാൻ യാത്രയായി. 1 മണിക്കൂർ കൊണ്ട് അവർ 28 കിലോമീറ്റർ 750 മീറ്റർ യാത്ര ചെയ്തു. മൃഗശാലയിൽ എത്താൻ എത്ര ദൂരം കൂടി ഇനി യാത്ര ചെയ്യണം? നമ്മൾ തന്നിട്ടുള്ള അളവുകൾ കുറക്കുക വേണ്ടത്. 36 കിലോമീറ്ററും 28 കിലോമീറ്റർ 750 മീറ്റർ കുറക്കണം. നമുക്ക് തന്നിട്ടുള്ള അളവുകളിൽ ഏറ്റവും ചെറിയ അളവ് മീറ്ററാണ്. അപ്പോൾ എല്ലാ സംഖ്യയും മീറ്ററിലേക്ക് മാറ്റുക. 36 കിലോമീറ്റർ എന്നാൽ 36000. 28 കിലോമീറ്ററും 750 മീറ്ററും മീറ്ററിലേക്ക് മാറ്റിയാൽ 28750 വെച്ചാൽ 7750 കിട്ടും. കിലോമീറ്ററിലേക്ക് മാറ്റിയാൽ 7 കിലോമീറ്റർ 250 മീറ്റർ കിട്ടും. ഓപ്ഷനിൽ കിലോമീറ്ററിലേക്ക് മാറ്റി തന്നിട്ടില്ല. അപ്പോൾ സി ആണ് ഓപ്ഷൻ 7250 മീറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യന് മിനിറ്റ് സൂചി 2-ൽ തുടങ്ങി 7-ൽ എത്താൻ എടുക്കുന്ന സമയം എത്ര? ആൻസർ സി ആണ് 25 മിനിറ്റ്. കലണ്ടർ ഉൾപ്പെടുത്തിയിട്ട് വിശദമായിട്ടൊരു ക്ലാസ് നൽകിയിട്ടുണ്ട് കേട്ടോ. 29. റിയ 8 പെൻസിൽ 60 രൂപക്ക് വാങ്ങി. എങ്കിൽ 20 പെൻസിൽ വാങ്ങാൻ എത്ര രൂപ വേണം? ആൻസർ ബി 150 രൂപ. 30. കിഷോർ താൻ നട്ടു വളർത്തിയ നെല്ലിമരത്തിൽ നിന്ന് കുറച്ചധികം നെല്ലിക്ക പറിച്ചെടുത്തു. പറിച്ചതിൽ പകുതി അയൽപ്പക്കത്തെ തൻ്റെ കൂട്ടുകാരന് കൊടുത്തു. ബാക്കിയുണ്ടായതിൻ്റെ പകുതി തൻ്റെ സഹോദരന് കൊടുത്തു. ഉണ്ടായിരുന്ന 25 എണ്ണം അമ്മയുടെ കയ്യിൽ കൊടുത്തു. എങ്കിൽ പറിച്ചെടുത്ത നെല്ലിക്ക എത്ര എണ്ണമാണ്? അമ്മയുടെ കയ്യിൽ കൊടുത്തത് 25 നെല്ലിക്ക. ഇരട്ടിയാണ് സഹോദരൻ്റെ കയ്യിൽ കൊടുത്തത്. 25-ലൂടെ 25 കൂട്ടുക 50. 50-ൻ്റെ ഇരട്ടിയായിരിക്കും കിഷോറിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ 50 ഗുണിക്കണം 2 100. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് 100. 31 മുതൽ പരിസര പഠനം. സംസ്ഥാനങ്ങൾ, പ്രധാന കലാരൂപങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡികൾ ഏതൊക്കെ? 1 അസം ബിഹു ശരിയാണ്. 2 ആന്ധ്രാപ്രദേശ് ഭരതനാട്യം തെറ്റാണ്. 3 ഗുജറാത്ത് ബംഗ്ര തെറ്റാണ്. മഹാരാഷ്ട്ര തമാശ ശരിയാണ്. ആൻസർ സി 1ഉം 4ഉം ശരി. 32 താഴെ പറയുന്നവയിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പെടാത്തതേത്? 1 തരിശു നിലങ്ങൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. അത് ശരിയാണ്. പായൽ നിറഞ്ഞ കുളങ്ങൾ മണ്ണിട്ട് മൂടുന്നു. അത് തെറ്റാണ്. 3 വയൽ നികത്തി റബ്ബർ നടുന്നു. അതും തെറ്റാണ്. 4 ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ പുനഃചക്രമണത്തിന് വിധേയമാക്കുന്നു. അത് ശരിയാണ്. ഡി ആണ് 2ഉം 3ഉം. 3 താപനില അളക്കുവാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹമേത്? ആൻസർ ബി മെർക്കുറി. 34 ഗാന്ധിജി നേതൃത്വം നൽകിയ സമരങ്ങൾ കാലക്രമം അനുസരിച്ച് ക്രമീകരിച്ച കൂട്ടമേത്? തന്നിട്ടുള്ള സമരങ്ങൾ ഓപ്ഷൻ മുഴുവൻ വായിക്കണില്ല. നിസ്സഹകരണ പ്രസ്ഥാനം, ചമ്പാരൻ, ഉപ്പു സത്യാഗ്രഹമാണ്. ഇതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ചമ്പാരനാണ്. അതിനുശേഷം നിസ്സഹകരണം, അതിനുശേഷം ഉപ്പു സത്യാഗ്രഹം. ആൻസർ ഡി ആണ്. അതുപോലെ ഓരോ സമരത്തിൻ്റെയും വർഷങ്ങൾ മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ഇനി 35 ശരിയായ ജോഡി കണ്ടെത്തുക. വായിക്കാം. 1 തേൻകുരുവി, 2 പരുന്ത്, 3 മരംകൊത്തി, 4 മൂങ്ങ. 1 സി തേൻകുരുവി കുഴൽ പോലുള്ള കൊക്കുകൾ.
2 പരുന്ത്. ഡി ആണ് കൂർത്ത് വളഞ്ഞ നഖങ്ങൾ. 3 മരം കൊത്തി. മൂർച്ചയേറിയ ചുണ്ടുകൾ. 4 മൂങ്ങ. അത് എ ആണ്. പറക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാത്ത തൂവൽ കുപ്പായം. ഇവിടെ ഡി ആണ്. 6 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഖരപദാർത്ഥങ്ങൾക്ക് സ്ഥിരമായ ആകൃതിയും ഭാരവുമുണ്ട്. ശരിയാണ്. 2 ദ്രാവകങ്ങൾക്ക് സ്ഥിരമായ ആകൃതിയുണ്ട്. തെറ്റാണ്. 3 വാതകങ്ങൾക്ക് ആകൃതിയോ ഭാരമോ ഇല്ല. അതും തെറ്റാണ്. ആൻസർ എ 1 മാത്രം ശരി. 7 കലാരൂപം തിരിച്ചറിയുക. കർമ്മം കലർന്ന സംഭാഷണങ്ങൾ ഉപയോഗിക്കുന്നു. സാമൂഹിക അനാചാരങ്ങളെയും അനീതിയെയും വിമർശിക്കുന്നു. കുഞ്ചൻ നമ്പ്യാറാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ആൻസർ തുള്ളൻ. സി. 28 ഭൂമിയുടെ ഭ്രമണം പരിക്രമണം ഇവയ്ക്ക് വേണ്ട സമയം യഥാക്രമം കണ്ടെത്തുക. ഭൂമിയുടെ ഭ്രമണത്തിന് വേണ്ട സമയം 24 മണിക്കൂറാണ്. പരിക്രമണത്തിന് 365 ദിവസം. അവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. 39 കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ കൂട്ടമേത്? എ വയനാട്, കൊല്ലം, ഇടുക്കി, പാലക്കാട്. വയനാട്, പാലക്കാട്, പത്തനംതിട്ട, മലപ്പുറം. ഇടുക്കി, പാലക്കാട്, വയനാട്, കോട്ടയം, പത്തനംതിട്ട. ഡി ഇടുക്കി, വയനാട്, കണ്ണൂർ, പാലക്കാട്. ആൻസർ സി ഇടുക്കി, പാലക്കാട്, വയനാട്, കോട്ടയം, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ, കുറവ് കൊല്ലം. 40 കലാരൂപങ്ങളെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1 തെയ്യം തെക്കൻ കേരളത്തിൽ പ്രചാരമുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ്. തെറ്റാണ്. 2 മാർഗം കളിയുടെ വേഷം ചട്ടയും മുണ്ടുമാണ്. അത് ശരിയാണ്. 3 മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് ഒപ്പന. അതും ശരിയാണ്. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കൂടിയാട്ടം. അത് തെറ്റാണ്. കലകളുടെ രാജാവ് കഥകളിയാണ്. ആൻസർ 2ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ എ. ഇനി പൊതുവിജ്ഞാനം GK. 41 ഓടക്കുഴൽ പുരസ്കാരത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആദ്യത്തെ പുരസ്കാര ജേതാവ് വൈലോപ്പിള്ളി ശ്രീധരൻ മേനോനാണ്. 2 2026 പുരസ്കാരം ലഭിച്ചത് സാഹിത്യ നിരൂപകൻ ഇ രാജഗോപാലനാണ്. 3 ഇത് ശരിയാണ്. മഹാകവി ജി ശങ്കരക്കുറുപ്പാണ് ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്. അതും ശരിയാണ്. 4 ഉൾക്കഥ എന്ന കൃതിക്കാണ് 2026 അവാർഡിന് അർഹമായത്. ആൻസർ സി ആണ്. 2ഉം 3ഉം 4ഉം ശരിയാണ്. 2 ജില്ലകളുടെ ഔദ്യോഗിക പക്ഷികളായി തിരഞ്ഞെടുക്കപ്പെട്ടവയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡികൾ ഏതൊക്കെ? കോഴിക്കോട് മേനിപ്പൊന്മാൻ. അത് ശരിയാണ്. കാസർഗോഡ് വെള്ളവയറൻ കടൽപ്പരുന്ത്. അതും ശരിയാണ്. തൃശ്ശൂർ മോതിരത്തത്ത. തിരുവനന്തപുരം മയിൽ. 2ഉം തെറ്റാണ്. 2 ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്. കേരളത്തിലെ 2 ജില്ലകൾക്കാണ് വൃക്ഷം, പക്ഷി, ജലജീവി, പുഷ്പം ഇതൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റു ജില്ലകൾക്ക് പ്രഖ്യാപിച്ചിട്ടില്ല. മക്കളെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് GK ക്വസ്റ്റ്യൻസ് ഒക്കെ നൽകിയിട്ടുണ്ട്. മക്കളതൊക്കെ പോയി കാണണം കേട്ടോ. 43 കേരളത്തിലെ നദികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? 1 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ശരിയാണ്. പാമ്പാർ ഉത്ഭവിക്കുന്നത് വയനാട്ടിൽ നിന്നാണ്. തെറ്റാണ്. കബനി, പാമ്പാർ, ഭവാനി എന്നിവ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി വളപട്ടണം പുഴയാണ്. അവരോട് വീണ്ടും പറയാണ്, തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത് മക്കൾ ശരിക്കും ചോദ്യം മനസ്സിലാക്കി വായിക്കണം കേട്ടോ. 2ഉം 4ഉം ആണ് തെറ്റ്. ഓപ്ഷൻ എ. 44 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ നോക്കൂ. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? പിതാവ് മോത്തിലാൽ നെഹ്റു ആണ്. അത് ശരിയാണ്. അദ്ദേഹം ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു. ശരിയാണ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അത് തെറ്റാണ്. അത് ഗാന്ധിജിൻ്റെ ആത്മകഥയാണ്. 4 രാജ്ഘട്ട് നെഹ്റുവിൻ്റെ സമാധി സ്ഥലമാണ്. അതും തെറ്റാണ്. ഗാന്ധിജിൻ്റെ സമാധി സ്ഥലമാണ് രാജ്ഘട്ട്. ഇത്ര ഏതൊക്കെയാണ്? 3ഉം 4ഉം. ഓപ്ഷൻ സി. അതുപോലെ മക്കളോട് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നൽകുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തുടങ്ങുന്ന ജൂൺ 5 മുതലുള്ള ക്വിസ് വീഡിയോസ്, അക്ഷരമുറ്റം, CH പ്രതിഭ, സ്വദേശ് മെഗാ ക്വിസ്, അതുപോലെ സ്വാതന്ത്ര്യദിന ക്വിസ്, +2 വരെയുള്ള കുട്ടികൾക്കുണ്ട്. നിങ്ങൾ LSS കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ ക്വിസിനൊക്കെ പങ്കെടുക്കണം കേട്ടോ. GK ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഓർമ്മ വന്നത്. മക്കൾ അറിയാതെ ഇരിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ്. നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ശാന്തിവനം. അംബേദ്കറിൻ്റെ സമാധിസ്ഥലം
ചൈത്രഭൂമി. 45 ഇടുക്കി ജില്ലയെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായത് ഏതെല്ലാം? ശരിയായതാ ചോദിച്ചിട്ടുള്ളത്. 1 കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, അത് ശരിയാണ്. 2 ആസ്ഥാനം പൈനാവാണ്, അതും ശരിയാണ്. 3 ഏറ്റവും കൂടിയ ജനസാന്ദ്രതയുള്ള ജില്ല, അത് തെറ്റാണ്. 4 ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നു, അത് ശരിയാണ്. ഓപ്ഷൻ സി 1, 3, 4 ശരിയാണ്. 26 2025 പത്മ പുരസ്കാരം ലഭിച്ച മലയാളി ഹോക്കി താരം ആര്? ആൻസർ സി PR ശ്രീജേഷ്. 27 ഇന്ത്യയുടെ വന്ധ്യമയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഡി ദാദാബായ് നവറോജി. 48 ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായവ ഏതൊക്കെ? 1 രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ, അത് ശരിയാണ്. രാജ്യം അശോക ചക്ര നൽകി ആദരിച്ചു, അതും ശരിയാണ്. 3 ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഭാരതരത്നം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്, തെറ്റാണ്. 4 ആക്സിയം മിഷൻ 4 ദൗത്യത്തിൻ്റെ പൈലറ്റ് ആയിരുന്നു ശുഭാംശു ശുക്ല, അത് ശരിയാണ്. ആൻസർ സി 2, 4 ശരിയാണ്. 49 ലോക അങ്ങാടി കുരുവി ദിനമായി ആചരിക്കുന്നത്? ആൻസർ സി മാർച്ച് 20. അങ്ങാടിക്കുരുവി, മലമുഴക്കി വേഴാമ്പലൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷികളാണ്. അങ്ങാടിക്കുരുവിയുടെ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കുരുവിക്കൊരു കൂട്. 50 കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ഏത്? ആൻസർ ഡി ആറളം. ആറളം വന്യജീവി സങ്കേതത്തെ 2025 ചിത്രശലഭ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. മക്കൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.